അനിൽ അംബാനി ഗ്രൂപ്പ് നടത്തിയ 40,000 കോടി രൂപയുടെ ബാങ്ക് വായ്പ തട്ടിപ്പ് കേസിൽ ഇഡിക്കും സിബിഐക്കും സുപ്രീം കോടതിയുടെ വിമർശനം. ഇഡി അന്വേഷണത്തിലെ അകാരണമായ കാലതാമസത്തെ കോടതി വിമർശിച്ചു. വിവിധ ബാങ്കുകളിൽ നിന്ന് പരാതി ലഭിച്ചിട്ടും ഒരു എഫ്ഐആർ മാത്രം രജിസ്റ്റർ ചെയ്തതിൽ സിബിഐക്കെതിരെയും കോടതിയുടെ വിമർശനം. ബി ബാലഗോപാലാണ് വിവരങ്ങളുമായി ചെയ്തത്. ബാലു, ഏറെ വിവാദമായ ഒരു കേസാണ്. അതിൽ ഒരു എഫ്ഐആർ മാത്രം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അത്രത്തോളം രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നല്ലേ? മറുപടി ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ താമസം വരുന്നത്? അനിൽ അംബാനി ഗ്രൂപ്പ് നടത്തിയ 40,000 കോടി രൂപയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലാണ് സുപ്രീം കോടതി എന്ന് ഇഡിയെയും സിബിഐയും രൂക്ഷമായി വിമർശിച്ചത്. ഇഡി അന്വേഷണത്തിൽ അകാരണമായ കാലതാമസത്തെയാണ് സുപ്രീം കോടതി പ്രധാനമായും വിമർശിച്ചത്. വിവിധ ബാങ്കുകളിൽ നിന്ന് പരാതി ലഭിച്ചിട്ടും ഒരു എഫ്ഐആർ മാത്രം രജിസ്റ്റർ ചെയ്തതിൽ സിബിഐയും സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തു. സിബിഐയുടെ സമീപനം നിയമ നടപടികളുമായി പൊരുത്തപ്പെടുന്നതല്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒത്തുകളി സാധ്യതയും അന്വേഷിക്കുവാൻ സിബിഐയോട് ഇന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. രണ്ട് അന്വേഷണ ഏജൻസികളും ഉടനടി നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സുപ്രീം കോടതി പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുവാനാണ് അന്വേഷണ ഏജൻസികളോട് സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ രാജ്യം വിട്ടുപോകില്ല എന്ന് അനിൽ അംബാനിയുടെ അഭിഭാഷകൻ, അതായത് അനിൽ അംബാനി രാജ്യം വിട്ടുപോകില്ല എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂജ. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.